ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാന്താരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞു വെച്ചതോ അല്ലെങ്കിൽ ചതച്ച് വെച്ചതോ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കാന്താരി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എരിവ് കുറച്ചുകൂടി വേണമെങ്കിൽ അതിനനുസരിച്ച് കാന്താരി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അരച്ച് ചേർക്കുന്നില്ല, നമ്മളിങ്ങനെയാണ് ചേർക്കുന്നത്. എരിവൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ അരച്ചൊന്ന് ചേർക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഈ ഒരു കറി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വേറെ പച്ചമുളകോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഒരു കാന്താരി മാത്രമാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള കാന്താരി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കറിയിലേക്ക് വെള്ളവും കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല. ആ ഒരു ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ അരപ്പിനകത്തേക്കും വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായിലേക്ക് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനെ ഞാൻ അങ്ങനെ ഒരു കണക്കൊന്നും പറയുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ട അതിനനുസരിച്ച് എല്ലാം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. വെള്ളം ഒഴിക്കാതെ ചെയ്യണം. ഇനി ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയത്തിൽ ഇതിലേക്ക് വേറൊരു മസാല തയ്യാറാക്കുന്നിട്ടുണ്ട് ഞാനിവിടെ. പെരിഞ്ജീരകവും കുരുമുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം മുക്കാൽ ഭാഗം വെന്ത് വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മസാലയും കൂടി ചേർക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മണം വരുന്നുണ്ട്. അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക. ഒരു 2 സെക്കൻഡും കൂടെ മൂടി വെച്ചാൽ മതി. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുള്ളതാണ്. നന്നായിട്ട് അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു കറിയാണ്. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഈ ഒരു കറി ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം. അതിനുവേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.